ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ചട്ടി നനയ്ക്കുന്ന വീഡിയോ. ചട്ടി നനയ്ക്കൽ അല്ലെങ്കിൽ ചട്ടി മയക്കൽ എന്നൊക്കെ പറയും. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിൽ കുറച്ച് എണ്ണ നന്നായിട്ട് പുറത്തും അകത്തും തൂക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ പുറത്ത് അടുപ്പ് കൂട്ടി കത്തിച്ചിട്ടാണ് ഇത് കനിക്കാൻ പോകുന്നത്. അപ്പം ഗ്യാസിലും ആക്കാം, ഗ്യാസ് സ്റ്റൗവിലും ആക്കാം. പക്ഷേ അതിലാക്കിയാൽ അത്ര പെർഫെക്ഷനായിട്ട് കിട്ടൂല. എന്നാലും അതിൻ്റെ ഒരു മണ്ണിനും ചൊവയെല്ലാം അങ്ങനെ ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് പുറത്തന്നെ നല്ല തീയിൽ അടുപ്പ് കൂട്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഒരു അടുപ്പ് കൂട്ടി അതിൽ ഇത് വെച്ച് തിളപ്പിക്കാം. ഇതിലാദ്യം കഞ്ഞീൻ്റെ വെള്ളം നിറച്ചൊഴിച്ചിട്ട് വേണം തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ ചട്ടി കനിക്കുന്നതിൻ്റെ ഇതെന്ന് വെച്ചാൽ ചട്ടി നല്ലോണം ഉറപ്പും കിട്ടും. അത് മാത്രമല്ല, നമ്മൾ കറിയൊക്കെ വെച്ചാൽ അതിൻ്റെ ഒരു മണ്ണിൻ്റെ ചൊവയുണ്ടാവും. അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഇതൊന്നും ചെയ്യാണ്ടാണ് നമ്മൾ ഇതിൽ കറിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ആ കറിക്ക് മണ്ണിൻ്റെ ഒരു ചൊവയുണ്ടാവും. അതിന് പകരം നന്നായിട്ട് അടുപ്പിൽ കഞ്ഞീൻ്റെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എണ്ണ തേച്ചോ? എടുക്കുന്നില്ലേ? ഇനി ഇതിലേക്ക് കഞ്ഞീൻ്റെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ 2-3 ചട്ടി എടുത്തിട്ടുണ്ട് കനിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ഇപ്പം മേടിച്ചൊന്നുമല്ല. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ചട്ടിയെല്ലാം നന്നായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊല്ലത്തിൽ അവിടുത്തെ അമ്മ ചട്ടി മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും, വെറുതെ ഒരു ഹോബി. അപ്പം അവിടെ അടുപ്പും മറവൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കനിക്കാനൊന്നും മെനക്കെടാറില്ല. അപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ട് ആക്കിയ സമയത്ത് അതിൻ്റെ മണ്ണിൻ്റെ ചൊവ അങ്ങനെയില്ല, അത് അങ്ങ് പോകുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ അടുപ്പൊക്കെ കത്തിക്കും. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് കരിച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുപോകും. എന്തായാലും നമ്മൾ ചട്ടിയിൽ വെക്കുന്ന കറിയുടെ സ്വാദ് വേറെ ഏതിൽ വെച്ചാലും കിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഓരോ നാട്ടിൽ ഓരോ രീതിയിലാണ് കനിക്കൽ. ഈ പേരെന്നെ ചില സ്ഥലത്ത് കനിക്കൽ എന്ന് പറയും, ചിലവർ മയക്കൽ എന്ന് പറയും, അങ്ങനെ പല പേരും ഉണ്ട്. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ ജസ്റ്റ് എണ്ണ തൂവി കൊടുത്തിട്ട് കഞ്ഞീൻ്റെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ഒന്നുകൂടി കഴുകി നന്നായിട്ട് ഒന്നുകൂടി എണ്ണ തൂവിക്കൊടുത്ത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ പിന്നെ ചാണകം, ഈ എണ്ണയ്ക്ക് പകരം ചാണകം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കും. ഇപ്പം നമുക്ക് ചാണകമൊന്നും അങ്ങനെ കിട്ടാനില്ലല്ലോ. അപ്പം ഇങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്റ്റൗവിൽ കനിച്ചെടുക്കുന്ന ചട്ടീനെക്കാളും കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല നമ്മളെ അടുപ്പിലാക്കിയതായിരിക്കും. കാരണം അതിൽ ഇങ്ങനെ കരിയൊക്കെ പറ്റുമ്പം ആ നാച്ചുറാലിറ്റി നമുക്ക് ഫീൽ ആവും. അപ്പോൾ ആ മണ്ണിൻ്റെ ചൊവ അങ്ങ് മാറി കിട്ടുകയും ചെയ്യും. സ്റ്റൗവിലാകുമ്പോൾ നമുക്കിങ്ങനെ തിളച്ച് പൊന്തുമ്പം അതിൽ തന്നെ ആ വെള്ളം ഇങ്ങനെ മൊത്തം അഴുക്കുമാവും. പിന്നെ ഇങ്ങനെ ഒരു കരി പിടിച്ച പോലെ ആവുമൊന്നുമില്ല. അടുപ്പിലാകുമ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കത്ത് ചട്ടി നന്നായിട്ട് ചൂടാവും. അത്രയും ഉറപ്പും കിട്ടും ചട്ടിക്ക്. അതുകൊണ്ടാണ് അടുപ്പിൽ തന്നെ ആക്കണമെന്ന് പറയുന്നത്.
അടുപ്പില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ആക്കാൻ പറ്റാത്തവരാണെങ്കിൽ സ്റ്റൗവിൽ തന്നെ ഒരു 2-3 തവണ ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്താൽ മതി. നല്ല ചുവ മാറിക്കിട്ടും. ഇപ്പോഴത്തെ കാലത്ത് ആരും ഈ ചട്ടിയിലൊന്നും കറിയൊന്നും ആക്കാനൊന്നും നിൽക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ഈ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നവരൊക്കെ ഇതന്നെയാണ് യൂസ് ചെയ്ത് വരുന്നത്. അപ്പം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതും ഈ ചട്ടിയിൽ പാകം ചെയ്യുന്ന കറികളൊക്കെ തന്നെയാണ്. കുറേ വീട്ടിലൊക്കെ ഇപ്പോഴും ചട്ടിയിൽ തന്നെ ചോറ് വെച്ചുണ്ടാക്കുന്നവരുണ്ട്. ഇപ്പോഴത്തെ പാത്രങ്ങൾ നോൺ സ്റ്റിക്ക് അലുമിനിയം ഇതാണെങ്കിൽ അതിൻ്റെ പല പാർശ്വഫലങ്ങളും നമ്മൾ പല വീഡിയോസിലൂടെയും കാണുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചട്ടി കിട്ടുവാണെങ്കിൽ എല്ലാവരും മേടിച്ച് ഇതുപോലെ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ചെറിയൊരു മെനക്കേട് മാത്രമേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ രുചിയും ഗുണവും നല്ല തന്നെയാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വിഷു ആവുന്ന സമയത്ത് ഒരു അമ്മമ്മ വരും ചട്ടി വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മമ്മ ആദ്യം വിൽപ്പന തുടങ്ങുന്നത് നമ്മുടെ അടുത്ത് വന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിയിട്ടാണ്. അപ്പോൾ എല്ലാ കൊല്ലവും അമ്മ ഒരു 2-3 ചട്ടി മേടിച്ച് വെക്കും. അപ്പം ചട്ടികളെല്ലാം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് അടുക്കളയിൽ തട്ടുമ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചതാണ്. നമുക്ക് അത്രയല്ലേ വേണ്ടു, 1-2 ചട്ടി എടുക്കും, പിന്നെ യൂസ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം അതെല്ലാം കൂടി എടുത്തിട്ട് വന്നിട്ട് നമുക്ക് എല്ലാം കൂടി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാ നന്നായിട്ട് ആ കഞ്ഞിവെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ലപോലെ കുറച്ചുകൂടി നേരം തിളക്കണം. എന്നിട്ടാകുമ്പോൾ ആ വെള്ളം കളഞ്ഞ് ചട്ടി നന്നായി തേച്ചരച്ച് കഴുകി ഒന്നുകൂടി എണ്ണ തൂവി കൊടുത്തിട്ടാകുമ്പോൾ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കറി മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് മെഴുക്ക് പുരട്ടി അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ചട്ടിയിൽ വെക്കുന്ന മീൻ കറീൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. ആ കറി നമ്മൾ പിറ്റേ ദിവസം എടുത്ത് കൂട്ടണം. ഇപ്പം ഇങ്ങനെ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനിടെ ഞാൻ എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നല്ല ചട്ടിയിൽ വെച്ച മീൻകറി കൂട്ടി. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ ഞാൻ ആൻറ്റീനോട് ചോദിച്ചു ഈ ചട്ടി എങ്ങനെയാണ് മിനുക്കി എടുക്കുക, നമുക്ക് സ്റ്റൗവിലാക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല, ആ മണ്ണിൻ്റെ ചായ അതുപോലെ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി ഈ മെത്തേഡ് പറഞ്ഞു ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാനൊരു പ്രചോദനമായത്. ഈ അടുപ്പിൽ കനിച്ചെടുത്ത ചട്ടീനെ കാണാൻ വേറെ തന്നെ ഒരു ഭംഗിയാണ്. ആ ഒരു ഓറഞ്ച് കളറിൻ്റെ അടുത്ത് ആ കരി പിടിച്ച ഒരു കളറും കൂടി വരുമ്പം ആ ഒരു നാച്ചുറാലിറ്റി നമുക്ക് ഫീലാവും. മറ്റേ നമ്മൾ സ്റ്റൗവിൽ ഇതാക്കിയെടുത്താൽ ആ കറുപ്പ് കളറൊന്നും അതിനുണ്ടാവില്ല, കരി പിടിച്ച കളറൊന്നും. അതുകൊണ്ട് തന്നെ അത്ര നല്ല ചൂടാവില്ല. ചെറിയൊരു ചൊയ ഉണ്ടാവുകയും ചെയ്യും മീൻകറിയൊക്കെ ആക്കിയാൽ. ഇതിലങ്ങനെ ആക്കിയെടുക്കുകയാണെങ്കിൽ ആ ഒരു ചൊയൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാ സൈഡും ഒരുപോലെ നന്നായിട്ട് കത്തുന്നുണ്ടല്ലോ. ഇത് പതച്ച് ഇങ്ങനെ പൊങ്ങുമ്പം സ്റ്റൗ വൃത്തിയേടാവുന്നില്ല ടെൻഷനൊന്നും വേണ്ട അടുപ്പിലാക്കുമ്പോൾ. പിന്നെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ചട്ടി അങ്ങ് മാറ്റി വെക്കാം. ഞാൻ മറ്റേ ചട്ടി എടുത്ത് വെക്കാം. അപ്പം ഇനി ഈ വെള്ളം അങ്ങ് നമുക്ക് മറിച്ച് കളയാം. മറ്റേ വെള്ളമുണ്ട് കണ്ടോ, ഈ ചട്ടീൻ്റെ പുറകു വശമെല്ലാം കണ്ടോ, നല്ല കരി പിടിച്ച് നല്ലൊരു നാച്ചുറാലിറ്റി ഫീൽ വരുന്നില്ലേ. അപ്പോൾ ഇങ്ങനെ കരി കയറണം, എന്നാലും എല്ലാ ഭാഗവും സ്ട്രോങ് ആവുകയും ചെയ്യും. എല്ലാ ഭാഗവും നന്നായിട്ട് ചൂടാവണം. ചട്ടി കരിച്ച് അവസാനം ഞാനും കരിഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലാസ്റ്റ് രൂപം കിട്ടുക. അപ്പം
അതിനുശേഷം നന്നായിട്ട് തേച്ചരച്ച് കഴുകി ഒന്നുകൂടി അകത്തും പുറത്തും എല്ലാം എണ്ണ തടയി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി കഴുകിയിട്ട് നമുക്ക് കറിയോ മെഴുക്കുവരട്ടിയോ എന്ത് വേണമെങ്കിൽ ഇനി വെക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചട്ടി ഇല്ലാത്തവർ ചട്ടി മേടിക്കുക. ഈസി പ്രോസസ്സാണ്, വലിയ മെനക്കേടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ ചട്ടികളൊക്കെ ഇങ്ങനെ മിനുക്കി യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന സമയത്ത് ചട്ടിയും കലമൊന്നും തട്ടിയും മുട്ടിയും പോകാതെ നമുക്ക് കുറേ കാലം അങ്ങ് യൂസ് ചെയ്യാം. നമ്മുടെ പണ്ടത്തെ പഴഞ്ചൊല്ലില്ലേ, ചട്ടിയും കലയും ആകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും. അതുപോലെ മുട്ടാതെ പൊട്ടാതെ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ.